Hello everyone, today we are going to discuss about productivity of an ecosystem. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ലിവിങ് കോമ്പണൻസും നോൺ ലിവിങ് കോമ്പണൻസും ഉണ്ട്. ഇപ്പം ലിവിങ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്രീൻ പ്ലാന്റ്സ് ഉൾപ്പെടും, അവർ പ്രൊഡ്യൂസേഴ്സാണ്. പിന്നെ ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാർണിവോസ്. പിന്നെ ഹെർബിവോസും കാർണിവോസും ചത്ത് കഴിയുമ്പോൾ അതിനെ ഡീകമ്പോസ് ചെയ്യുന്ന ഡീകമ്പോസേഴ്സ്. ഇതൊക്കെ അടങ്ങിയതാണ് ഒരു ഇക്കോസിസ്റ്റം. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നും ഡീകമ്പോസേഴ്സ് വരെ എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ എന്ന്, അല്ലേ? അപ്പോൾ എവിടെ നിന്നാണ് ഈ എക്കോസിസ്റ്റത്തിന് എനർജി കിട്ടുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് ആണ് എനർജി. നമുക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഹ്യൂമൻ ബീങ്സിനും. നമ്മൾ ഫുഡ് കഴിക്കുമല്ലേ, ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് എനർജി കിട്ടുക? They trap solar energy and convert that energy into chemical energy, അല്ലേ? അപ്പം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് വഴി അത് സൺലൈറ്റിൻ്റെ ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് എനർജി ഫിക്സേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ് ഹാർവസ്റ്റ് സൺലൈറ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കെമിക്കൽ എനർജി ഈസ് കോൾഡ് എനർജി ഫിക്സേഷൻ. ഇനി ഒരു സണ്ണ് പുറപ്പെടുവിക്കുന്ന എനർജി എല്ലാം ഗ്രീൻ പ്ലാന്റ്സ് കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജി ആക്കുന്നില്ല. കുറേ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആവും, കുറേ റിഫ്ലക്റ്റ് ചെയ്യും. 0.02% ഓഫ് ദി ഇൻസിഡൻറ്റ് സോളാർ എനർജിയാണ് ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റായിട്ട്. ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തസിസ് കഴിയുമ്പം പ്ലാന്റിലുണ്ടാവുന്ന പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസ്. ഫസ്റ്റ് പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് ആണ്, പിന്നെ അത് സ്റ്റോറേജ് പ്രോഡക്റ്റായിട്ട് മാറ്റുന്നു. സ്റ്റോറേജ് പ്രോഡക്റ്റ് സ്റ്റാർച്ചാണ്, അല്ലേ? ഈ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിൽ സോളാർ എനർജി ഏത് രൂപത്തിലാണ് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നത്? ആ ഗ്ലൂക്കോസിലും സ്റ്റാർച്ചിലുമുള്ള കെമിക്കൽ ബോണ്ടില്ലേ, ആ ബോണ്ടിലാണ് കെമിക്കൽ എനർജി ഇരിക്കുന്നത്. ഇങ്ങനെ ഗ്രീൻ പ്ലാന്റ്സ് സോളാർ എനർജിയെ ഫിക്സ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് എനർജി ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി, അല്ലേ, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പെർ യൂണിറ്റ് ഓഫ് ടൈം ആൻഡ് ഏരിയ ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അൾട്ടിമേറ്റ് എനർജി സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാണ്. സൺലൈറ്റിൻ്റെ 0.2% എനർജി മാത്രമേ ഗ്രീൻ പ്ലാന്റ്സ് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ ഫോർ എക്സാമ്പിൾ 1 മീറ്റർ സ്ക്വയർ, മീറ്റർ ആണല്ലോ പിന്നെ ഏരിയയുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. പെർ യൂണിറ്റ്, 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എനർജിയെ ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് എനർജി ട്രാപ്പ് ചെയ്ത് അത് ഫുഡ് എനർജി അല്ലെങ്കിൽ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് വളരുന്നുണ്ടല്ലേ, അതിൻ്റെ മാസ് കൂടുന്നുണ്ട്, വെയിറ്റ് കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബയോമാസ്. അപ്പോൾ സൺലൈറ്റിൽ നിന്നുള്ള എനർജിയെ പ്ലാന്റ് അതിൻ്റെ ബയോമാസ് ആക്കി മാറ്റിയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ബയോമാസ് ഒരു ഇക്കോസിസ്റ്റത്തിൽ അക്യുമുലേറ്റ് ചെയ്തു, അതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് പ്രൊഡക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി റേറ്റ് ഓഫ് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. ദ ടോട്ടൽ ബയോമാസ് ഓർ ടോട്ടൽ എനർജി കണ്ടന്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് സ്റ്റാൻഡിങ് ക്രോപ്പ്. ഒരു ഇക്കോസിസ്റ്റത്തിലെ ഒരു കമ്മ്യൂണിറ്റി ഫോർ എക്സാമ്പിൾ എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, ഒരു പാഡി ഫീൽഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആവാം. ഒരു കമ്മ്യൂണിറ്റി ഓഫ് പ്ലാന്റ്സിൽ ഒരു സമയത്ത് എത്രത്തോളം ബയോമാസ് അത് ഉണ്ട്, എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ, അല്ലെങ്കിൽ പ്ലാന്റ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോസും കാർണിവോസും അങ്ങനെയുള്ള ലിവിങ് തിങ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ബയോമാസിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട്, അതിനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ബയോമാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ആ വെയിറ്റ് എത്രത്തോളം ഉണ്ട് അതാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. ദ ലാർജസ്റ്റ് സ്റ്റാൻഡിങ് ക്രോപ്പ് വിച്ച് എ ഹാബിറ്റാറ്റ് ക്യാൻ സപ്പോർട്ട് അണ്ടർ ടോളറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ക്യാരിങ് കപ്പാസിറ്റി. എല്ലാ കണ്ടീഷനും ഫേവറബിൾ ആയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എനർജി ആവശ്യത്തിന് വേണം, ടെമ്പറേച്ചർ ഒപ്റ്റിമം ആയിരിക്കണം, പ്ലാന്റ്സിന് വളരണമെങ്കിൽ വെള്ളം കൂടെ വേണം. അങ്ങനെ എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആയിരിക്കുമ്പം ആ ഇക്കോസിസ്റ്റത്തിൽ എത്രത്തോളം ബയോമാസ് അതിന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും, മാക്സിമം കപ്പാസിറ്റീനെയാണ് എന്ത് പറയുന്നത്? ക്യാരിങ് കപ്പാസിറ്റി. ഒരു റാൻഡം ആയിട്ടുള്ളതിനെ നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയും. ഒരു സമയം അറ്റ് എ ടൈം എത്രത്തോളം ബയോമാസ്
കമ്മ്യൂണിറ്റിയിലുണ്ട്, ദാറ്റ് ഈസ് സ്റ്റാൻഡിങ് ക്രോപ്പ്. എല്ലാ കണ്ടീഷനും ഫേവറബിൾ ആയിരിക്കുമ്പോൾ മാക്സിമം എത്ര വരെ ആ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാം, അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇനി ആ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ പാഡി ഫീൽഡ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ പാഡി ഫീൽഡിലുള്ള ബയോമാസിൽ കുറേ നമ്മൾ അത് വിളവെടുക്കും അല്ലേ, ഈൽഡ് എടുക്കും. അപ്പോൾ കുറേ ബയോമാസ് അവിടെ നിന്ന് മാറുകയാണ്. പാഡി ഫീൽഡ് നമ്മൾ വിളവെടുത്ത് കഴിയുമ്പം കുറേ ബയോമാസ് അവിടെ നിന്ന് നെല്ലിൻ്റെ രൂപത്തിൽ അവിടെ നിന്ന് മാറുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് പാഡി ഫീൽഡ് എന്ന്. അതിനെയാണ് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മാൻ എടുക്കുന്ന ഈൽഡാണ് പ്രൊഡക്ഷൻ റേറ്റ്. പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഗ്രീൻ പ്ലാന്റ്സ് മാത്രമല്ല ഉള്ളത്, ഹെർബിവോഴ്സും കാർണിവേഴ്സും ഒക്കെ ഉണ്ട്, അനിമൽസും ഉണ്ടാവും. ഈ ചിലപ്പോൾ കുറേ അനിമൽസ് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നതിന് ശേഷം അവിടുത്തെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അതൊക്കെ ഭക്ഷിച്ച് വളർന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അത് വേറെ എവിടേക്കെങ്കിലും കുടിയേറി പാർക്കാം, മൈഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പം ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ബയോമാസിന് കുറച്ച് കുറവ് വരും അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് മെറ്റീരിയൽസ് റിമൂവ്ഡ്. ഇപ്പോൾ മനസ്സിലായോ? മാക്സിമം എത്ര ബയോമാസ് ആ ഇക്കോസിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു സമയത്ത് എത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഫേവറബിൾ കണ്ടീഷൻ അല്ല, അറ്റ് എ ടൈം എത്രയാണ് നമ്മൾ റാൻഡമായിട്ട് നോക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ബയോമാസ്, അത് സ്റ്റാൻഡിങ് ക്രോപ്പ്. ഹ്യൂമൻ ബീങ്സ് എടുക്കുന്ന ഈൽഡിനെ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നു. മൈഗ്രേഷൻ വരെ നഷ്ടമാവുന്ന ബയോമാസിനെ മെറ്റീരിയൽസ് റിമൂവ്ഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി കൈൻഡ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈമറി പ്രൊഡക്ടിവിറ്റി. This is the rate of production of biomass or organic matter by the phototrophs or green plants per unit area and time. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം എനർജി സൺലൈറ്റിൽ നിന്നും ട്രാപ്പ് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് ബയോമാസാക്കി മാറ്റുന്നു. ബയോമാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ, പ്ലാന്റ്സിൻ്റെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വെയിറ്റാണ് ബയോമാസ്. എത്രത്തോളം ഓർഗാനിക് മാറ്റർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആര്? ഫോട്ടോട്രോപ്സ്, ഗ്രീൻ പ്ലാന്റ്സ്. എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ആൻഡ് ദിസ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ റേറ്റ് ഓഫ് സോളാർ എനർജി ഫിക്സ്ഡ്, the content of organic matter produced and the biomass accumulated in an ecosystem. ഇത് എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? സൺലൈറ്റ് വേണം അല്ലേ. ഇപ്പം ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സോൺസിനെ കഴിഞ്ഞും സൺലൈറ്റ് ട്രോപ്പിക്കൽ ഏരിയയിൽ കിട്ടും. പോളാർ ഏരിയയിലാണെങ്കിൽ സോളാർ എനർജി വളരെ കുറവായിരിക്കും. ഒരു ഒപ്റ്റിമം സോളാർ എനർജി കിട്ടിയാൽ മാത്രമേ, സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് സോളാർ എനർജി കിട്ടിയാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി കൂടുകയുള്ളൂ അല്ലേ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് സോളാർ എനർജിയുടെ ലഭ്യത അനുസരിച്ചും പിന്നെന്താണ്, കണ്ടൻറ്റ് ഓഫ് ദി ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ബയോമാസ് അക്യുമുലേറ്റഡ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഏത് രീതിയിലുള്ള ബയോമാസാണ് ആ പ്ലാന്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ചില പ്ലാന്റ്സ് സീഡ്സ് ആയിട്ടായിരിക്കാം, റൂട്ടായിട്ടായിരിക്കാം, ഫ്രൂട്ട്സ് ആയിട്ടായിരിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റിന് വ്യത്യാസം വരും അല്ലേ. അങ്ങനെ പല രീതിയിലാണ് ഇത് ബയോമാസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ബയോമാസ് എന്ത് ടൈപ്പാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ദ കണ്ടൻറ്റ് ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡി തന്നെയാണ് ഓർഗാനിക് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്, പല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സോളാർ എനർജി എത്രത്തോളം പ്ലാന്റ് കൺവേർട്ട് ചെയ്ത് ഓർഗാനിക് മാറ്ററാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഇനി പ്രൈമറി പ്രൊഡക്ടിവിറ്റി 3 ടൈപ്പ് ഉണ്ട്: ഗ്രോസ്, നെറ്റ് ആൻഡ് നെറ്റ് കമ്മ്യൂണിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് കമ്മ്യൂണിറ്റി പ്രൊഡക്ടിവിറ്റി. ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ദ സം ടോട്ടൽ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോസിസ്റ്റം, or it is the sum total of solar energy fixed by the producers through photosynthesis per unit area per unit time. ഇതാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം സോളാർ എനർജി അത് കൺവേർട്ട് ചെയ്ത് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി വെയിറ്റ് ആക്കി മാറ്റുന്നു, ദാറ്റ് ഈസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലായിരിക്കും. നമുക്കറിയാം, റെയിൻ ഫോറസ്റ്റിലുള്ളത് വലിയ മരങ്ങളായിരിക്കും. മരത്തിൻ്റെ ഇലകൾ വളരെ വലുതാണ്. ലീഫിൻ്റെ സൈസ് കൂടുന്തോറും ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി കൂടും. കാര്യം വലിയ ലീഫിന് കൂടുതൽ സൺലൈറ്റ് ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഗ്രാസ് ലാൻഡിലാണെങ്കിൽ ഗ്രാസസിന് ചെറിയ ലീവ്സാണ്. സോ ഓൾസോ ദ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി വിൽ ഓൾസോ ബി ലോ.
ഡെസേർട്ടിൽ എങ്ങനെയാണ്, ഡെസേർട്ടിലെ പ്ലാന്റ്സിൽ ലീവ്സ് തന്നെ ആബ്സെൻ്റ് ആയിരിക്കും. ലീവ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ടു സ്പൈൻസ് ഓർ സ്കെയിൽ ലീവ്സ്. പിന്നെ അതിൻ്റെ സ്റ്റെമ്മിന് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ കഴിഞ്ഞു കുറവായിരിക്കും ഡെസേർട്ടിലെ പ്രൊഡക്ടിവിറ്റി. ടുണ്ട്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലുള്ള ഗ്രാസ് ലാൻഡാണ് ടുണ്ട്രാസ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ എങ്കിൽ ഏറ്റവും കുറവ് ഓഷൻസിലായിരിക്കും. ഓഷൻസിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഓഷൻസിൽ ആരാ പ്രൊഡ്യൂസേഴ്സ് ഉള്ളത്, അവിടെ ഗ്രീൻ പ്ലാന്റ്സ് ഇല്ലല്ലോ എന്ന്. ഓഷൻസിൽ ഗ്രീൻ പ്ലാന്റ്സ് അല്ല പ്രൊഡ്യൂസേഴ്സ്, പക്ഷേ ആ വാട്ടറിൽ കാണുന്ന മറൈൻ ആൽഗ ഉണ്ടാവും, ഡയാറ്റംസ് ഉണ്ടാവും. ആൽഗയും ഡയാറ്റംസ് എല്ലാം ഫോട്ടോട്രോഫിക്കാണ്, അതിന് സൺലൈറ്റ് ട്രാപ്പ് ചെയ്ത് പിന്നെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഓഷൻസിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്നാണ് പറയുന്നത്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് മീൻസ് യൂണിസെല്ലുലാർ ആൽഗ വരും, യൂണിസെല്ലുലാർ ഡയാറ്റംസ് വരും. ഇതൊക്കെയാണ് ഓഷൻസിലെ പ്രൊഡ്യൂസേഴ്സ്. പക്ഷേ ഒരു ഓപ്പൺ സീയിൽ അല്ലേ, പുറം കടലിൽ ഏറ്റവും കുറവായിരിക്കും പ്രൊഡക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ഓഷൻസിനെ പറയുന്നത് ബയോളജിക്കൽ ഡെസേർട്ട് എന്നാണ്. പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറവായതുകൊണ്ടാണ് ബയോളജിക്കൽ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലോ, ടോട്ടൽ എനർജി പ്രൊഡ്യൂസ്ഡ് ആണ് ഗ്രോസ്. ഇനി നെറ്റ് എന്താണെന്ന് നോക്കാം. എ പോർഷൻ ഓഫ് ദ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി വിൽ ബി യൂസ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ഫോർ മെറ്റബോളിക് പ്രോസസ്സ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നില്ല. കുറേ നമ്മുടെ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ എടുക്കും അല്ലേ. നമ്മൾ യാത്ര ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ഓടുന്നു, കളിക്കുന്നു. അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സും അവർ ട്രാപ്പ് ചെയ്യുന്ന സൺലൈറ്റ് എനർജി, എത്രത്തോളം സോളർ എനർജി അത് കൺവേർട്ട് ചെയ്യുന്നു, എല്ലാം അവർ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. കുറേ അവരെന്ത് ചെയ്യുന്നു, റെസ്പിറേഷന് വേണ്ടി, മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഗ്രീൻ പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ബാക്കി എത്ര എനർജി അവർ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതാണ് നെറ്റ്. അപ്പോൾ ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി കൺവേർട്ടഡ്. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ എനർജി സ്റ്റോർഡ് ആഫ്റ്റർ മെറ്റബോളിക് എക്സ്പെൻഡിച്ചർ. പ്ലാന്റിൻ്റെ മറ്റാവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര ബാക്കിയുണ്ട്, നീക്കിയിരിപ്പുണ്ട്, അത് 40 to 85% വരെ ആവാം. ബാക്കി പെർസെൻറ്റേജൊക്കെ അപ്പോൾ പ്ലാന്റിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ. പ്ലാന്റ് ട്രാൻസ്പിറേഷൻ നടത്തുന്നു, അതിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നു, ഒരുപാട് ആക്ടിവിറ്റീസ് മെറ്റബോളിസം പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ചിലവാക്കിയതിന് ശേഷം ബാക്കിയുള്ളതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നെറ്റ് കമ്മ്യൂണിറ്റി പ്രൊഡക്ടിവിറ്റി എന്താണ്? ഇങ്ങനെ പ്ലാന്റ് സ്റ്റോർ ചെയ്യുന്ന നെറ്റ് പ്രൊഡക്ടിവിറ്റിയുടെ എത്രത്തോളം അത് നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് നെറ്റ് കമ്മ്യൂണിറ്റി പ്രൊഡക്ടിവിറ്റി. മനസ്സിലായോ? ഇപ്പോൾ ഒരു പ്ലാന്റ് 100% അല്ലെങ്കിൽ എനർജി ആദ്യം സൺലൈറ്റിൽ നിന്ന് ഫിക്സ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഗ്രോസ് പ്രൊഡക്ടിവിറ്റി. അതിനുശേഷം കുറച്ച് എനർജി ചിലവാക്കിയിട്ട് ബാക്കി എനർജി സ്റ്റോർ ചെയ്യുന്നു, ദാറ്റ് ഈസ് നെറ്റ് പ്രൊഡക്ടിവിറ്റി. ഈ സ്റ്റോർ ചെയ്യുന്ന എനർജിയിൽ എത്ര പെർസെൻറ്റേജ് നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് പ്ലാന്റ് ഈറ്റിംഗ് അനിമൽസ്, ഹെർബിവോഴ്സിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് നെറ്റ് കമ്മ്യൂണിറ്റി പ്രൊഡക്ടിവിറ്റി. A portion of some of the net primary productivity is transferred to consumers through food chain. A portion of this will be utilized by the consumer for the metabolic process. Another portion is lost ആണ്. ഇത് ലോവസ്റ്റ് അല്ല, ലോസ്റ്റ് ആണ്. മൂന്നാമത്തെ ലൈനിലെ ഫസ്റ്റ് ലോവസ്റ്റ് എന്ന് കാണുന്നത് ലോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ വോയിസ് ടൈപ്പ് റൈറ്ററാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് ലോവസ്റ്റ് എന്നായിരിക്കും ഡിറ്റക്ട് ചെയ്ത്. നിങ്ങൾ കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. Another portion is lost through excretion and decomposition. The remainder is called net community productivity. Net community productivity is the rate of storage of organic matter or energy in the consumer after the expenditure of energy for the metabolic consumption and other losses. അപ്പം ഒരു പ്ലാന്റ് ഈറ്റിംഗ് അനിമൽ, ഒരു ഹെർബിവോർ പ്ലാന്റിനെ കൺസ്യൂം ചെയ്തതിന് ശേഷം കുറേ എനർജി അത് അതിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുന്നു, കൺസ്യൂം ചെയ്യുന്നു. ബാക്കി എനർജി അത് സ്റ്റോർ ചെയ്യുന്നു. അതാണ് നെറ്റ് കമ്മ്യൂണിറ്റി പ്രൊഡക്ടിവിറ്റി. ഇനി എന്താണ് PR റേഷ്യോ ഓർ പ്രൊഡക്ഷൻ റെസ്പിറേഷൻ റേഷ്യോ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോത്ത് പ്രൊഡക്ഷൻ എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിലെ
ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോത്ത് പ്രൊഡക്ഷൻ എന്നുള്ളത് കറക്റ്റ് ചെയ്ത് ഗ്രോസ് പ്രൊഡക്ഷൻ ആക്കിക്കോണേ. ഇത് ടൈപ്പിംഗ് എററാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രോസ് പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോസ് കമ്മ്യൂണിറ്റി മെറ്റബോളിസം ഈസ് കോൾഡ് PR റേഷ്യോ. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ള പ്രൊഡക്ടിവിറ്റിയും ആ കമ്മ്യൂണിറ്റിയിൽ ചിലവാകുന്ന എനർജി, മെറ്റബോളിസത്തിന് വേണ്ടി ചിലവാകുന്ന എനർജി രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് PR റേഷ്യോ. ഇപ്പോൾ നമ്മൾ വരവ് ചിലവെന്ന് പറയില്ലേ, 1000 രൂപ ശമ്പളം കിട്ടുന്നു, 1000 രൂപ ചിലവാക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ PR റേഷ്യോ എത്രയായിരിക്കും? 1000/1000, 1000/1000 എത്രയാണ്? 1 അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം പ്രൊഡക്ഷനും എക്സ്പെൻഡിച്ചറും, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി പ്രൊഡ്യൂസ്ഡും ടോട്ടൽ എനർജി യൂട്ടിലൈസ്ഡും ഒരുപോലെയാണെങ്കിൽ PR റേഷ്യോ എങ്ങനെയായിരിക്കും? 1 ആയിരിക്കും. അപ്പം സ്റ്റഡി സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി, നമ്മുടെ വരുമാനം തന്നെ 1000 രൂപ ഒരു മാസം ശമ്പളം കിട്ടി, 1000 ചിലവാക്കി. അപ്പം നമുക്ക് ഗെയിനും ഇല്ല ലോസും ഇല്ല. അതൊരു സ്റ്റഡി ആയിട്ടായിരിക്കും നമ്മുടെ ഫാമിലിയുടെ പിന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പോകുന്നത് അല്ലേ? അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ PR റേഷ്യോ 1 ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റി സ്റ്റഡി സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി എന്നാണ് അർത്ഥം. PR റേഷ്യോ കൂടുതലാണെങ്കിൽ എന്താണ്? അപ്പം 1000 രൂപ നമുക്ക് വരുമാനം കിട്ടി, 500 രൂപയെ നമ്മൾ ചിലവാക്കിയുള്ളൂ. അപ്പോൾ ബാക്കി 500 ഇനിയുണ്ട് അല്ലേ? 1000/500 എത്രയാണ്? 2. ഇതുപോലെ തന്നെയാണ് PR റേഷ്യോ 1നെ കഴിഞ്ഞും കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓർഗാനിക് മാറ്റർ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൽ അതിൻ്റെ ബോഡി ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. ഓർഗാനിക് മാറ്റർ പ്ലാന്റിൻ്റെ ബോഡി വളരുന്നതാവാം, അനിമലിൻ്റെ ബോഡി വളരുന്നതാവാം. നമ്മുടെ സാമ്പത്തികം വളരുന്നത് പോലെ തന്നെ 1000 കിട്ടുന്നു, 500 ചിലവാക്കുന്നേ ഉള്ളൂ. അവിടെ PR റേഷ്യോ കൂടുതലാണ്, 1000/500 2. അപ്പോൾ അവിടെ അക്യുമുലേറ്റ് ചെയ്തു അല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെ PR റേഷ്യോ 1-ലധികമാണെങ്കിൽ അവിടെ എന്താണ്? ഓർഗാനിക് മാറ്റർ ആ കമ്മ്യൂണിറ്റിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇനി PR റേഷ്യോ കുറവാണെങ്കിലോ, ഞാൻ നേരത്തെ അതേ എക്സാമ്പിൾ പറയേണ്ടതില്ല, നിങ്ങൾക്കത് ആലോചിക്കാന്നുള്ളതേ ഉള്ളൂ. 1000 കിട്ടുന്നു പക്ഷേ 2000 ചിലവാകുന്നു. അപ്പോൾ എന്താണ്? ഡിപ്ലീഷൻ ഓഫ് ഓർഗാനിക് മാറ്ററാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഡിപ്ലീറ്റ് ചെയ്യുന്നു. വരുമാനം കിട്ടുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ചിലവാക്കുകയാണെങ്കിൽ അതൊരു ഡിപ്ലീറ്റിംഗ് അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റിംഗ് എക്കോണമിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇക്കോസിസ്റ്റത്തിലും PR റേഷ്യോ കുറയുകയാണെങ്കിൽ ഓർഗാനിക് മാറ്റർ ഡിപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. ഇനി സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. This is the rate at which food energy is assimilated and stored in the different trophic level of consumer. Secondary production represents the synthesis of organic matter by consumers. The organic matter produced by green plant is transferred through food chain and food web and reach the consumers. During transfer, some of the energy is lost and only 10% of പെർസെൻറ്റേജിൻ്റെ അവിടെയും ഒരു ഏജ് അധികം കയറി വന്നിട്ടുണ്ട്. 10% of energy is stored and transferred from one trophic level to the next. ഒരു ഇക്കോസിസ്റ്റത്തിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസർ. ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിനെയും കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് അല്ലേ? കൺസ്യൂമേഴ്സിലാണ് ഈ ഹെർബിവോഴ്സും കാർണിവോഴ്സും ഡീകമ്പോസേഴ്സും എല്ലാം വരുന്നത്. ഇത് ഹെർബിവോഴ്സിനെയും കാർണിവോഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ അല്ലേ? അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് ഫാക്ടേഴ്സിനെ നമ്മൾ അല്ലെങ്കിൽ പല ട്രോഫിക് പല ലെവലുകളിലായിട്ട് കാണിക്കും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ട്രോഫിക് ലെവലിൽ ഏറ്റവും താഴെ കാണുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നത് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ഓർ ഹെർബിവോഴ്സ് ആയിരിക്കും. അതിൻ്റെയും മുകളിൽ കാണുന്നത് ഹെർബിവോഴ്സിനെ ഭക്ഷിക്കുന്ന കാർണിവോഴ്സ് ആയിരിക്കും. ഈ ഓരോ ലെവലിലേക്ക് താഴ്ന്ന മുകളിലേക്ക് എനർജി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഓർ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റിൽ ഫിക്സ് ചെയ്ത ഫുഡ് എനർജി അടുത്ത തൊട്ട് മുകളിലുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ലിൻഡർമാൻസ് എഫിഷ്യൻസി ഓർ 10% ലോ പറയുന്നത് പ്ലാന്റ് ഫിക്സ് ചെയ്യുന്ന എനർജിയുടെ 10% മാത്രമേ ഹെർബിവോഴ്സിന് കിട്ടുന്നുള്ളൂ. ഹെർബിവോഴ്സ് ഫിക്സ് ചെയ്യുന്ന എനർജിയുടെ 10% മാത്രമേ കാർണിവോഴ്സിന് കിട്ടുന്നുള്ളൂ. കാരണം എന്താണ്?
10% മാത്രമേ അത് സ്റ്റോർ ചെയ്യണുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. ഇതാണ് ലിൻഡെമാൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രാൻസ്ഫർ ഓർ ഫ്ലോ ഓഫ് എനർജി ഫ്രം പ്രൊഡ്യൂസർ ടു ദി ഡീകമ്പോസർ ത്രൂ ദ സക്സസീവ് ലെവൽ ഓഫ് കൺസ്യൂമർ ഈസ് നോൺ ആസ് എനർജി ഫ്ലോ. നമ്മളിപ്പം പറഞ്ഞത് തന്നെയാണ്. ഗ്രീൻ പ്ലാന്റ്സ് മുതൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയയാണ്, ചത്ത് അഴുകിയ ഹെർബിവോസിനെയും കാർണിവോസിനെയും എല്ലാം ഡീകമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയ. അതാണ് ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ലെവൽ. ലോവർ ലെവലിലുള്ളത് പ്ലാന്റ്സും. ഈ ലോവർ ലെവൽ മുതൽ ഫൈനൽ ലെവൽ വരെയുള്ള എനർജിയുടെ ഫ്ലോയിനെയാണ് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ എന്നുള്ള ലെവലിലേക്ക് യൂണി ഡയറക്ഷനിലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. സൈക്ലിക് അല്ല, ഇത് യൂണി ഡയറക്ഷണൽ ആൻഡ് ലീനിയർ ആണ്. ഒരിക്കലും ഹെർബിവോസിൽ നിന്നും എടുത്ത എനർജി തിരിച്ച് അവിടെ തന്നെ എത്തുന്നില്ല. The transfer of energy from one trophic level to the next level is not 100% efficient. According to Lindemann, only 10 to 20% of the capital energy is transferred from each ട്രോഫിക് ആണ് കേട്ടോ. ട്രാഫിക് എന്ന അതിൽ കിടക്കുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്തോളൂ. ട്രോഫിക് ആണ്, ട്രാഫിക് അല്ല. ലിൻഡെമാൻ പറഞ്ഞത് എന്താണ്? ഓരോ ലെവലിൽ നിന്നും തൊട്ട് മുകളിലെ ലെവലിലേക്ക് എനർജി പോകുമ്പോഴും 10 to 20% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഈ ലോയിനെയാണ് ലോ ഓഫ് 10% എന്ന് പറയുന്നത്. ഇനി ഈ എനർജി ഫ്ലോ എപ്പോഴും തെർമോഡൈനാമിക്സിൻ്റെ 2 പ്രിൻസിപ്പിൾസിനെ ആശ്രയിച്ചാണ് എപ്പോഴും എനർജി ഫ്ലോ നടക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് ലോ ഓഫ് എൻട്രോപ്പി. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഫിസിക്സിൽ പഠിക്കുന്നതായിരിക്കും. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ഈസ് ഓൺലി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അവിടെ ടൈപ്പിംഗ് എറർ ഉണ്ട്. അനദർ ഫോം എന്നാണ്, അനദർ ഹാൻഡ് എന്ന കിടക്കുന്ന അവിടെ. അനദർ ഫോം ഫ്രം വൺ സോഴ്സ് ടു അനദർ. എനർജി ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ ലോ എന്താണ്? സെക്കൻഡ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഡ്യൂറിങ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി എ പോർഷൻ ഓഫ് ദ എനർജി ഈസ് dissipated as heat energy, and this will cause entropy or disorder in the system. ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഡിസോർഡർ ഉണ്ടാവുകയാണ് സിസ്റ്റത്തിൽ. നിങ്ങൾക്കറിയാം തെർമോഡൈനാമിക്സിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ്? ദിസ് ലോ എംപ്ലൈസ് ദാറ്റ് എനർജറ്റിക്കലി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജിയുടെ ഡിസോർഡർ അല്ലെങ്കിൽ ഇംബാലൻസ് ഉണ്ടായാൽ അതെന്ത് ചെയ്യും? ദേ ടെൻസ് ടു മൂവ് ടുവാർഡ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റർ ഡിസോർഗനൈസേഷൻ. ഇപ്പോൾ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണല്ലേ. ആ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ ഗ്രീൻ പ്ലാന്റ്സും പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും എല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ എനർജി ബാലൻസ്ഡ് അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഡിസോർഡർ ആവും. അപ്പോൾ എനർജി ബാലൻസ്ഡ് അല്ലെങ്കിൽ അത് ഗ്രേറ്റർ ഡിസോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ക്ലോസ്ഡ് അല്ല, ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ്? അവിടേക്ക് എനർജി വരികയും ചെയ്യും, ഒഴുകി എത്തുകയും ചെയ്യും, അവിടെ നിന്ന് എനർജി പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഡിസോർഡർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം കേട്ടോ.